വണക്കം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ വാക്ക് ഇറങ്ങിയിട്ടുണ്ട്. നവസംഖ്യകൾ എന്നാണ് ആ വാക്കിൻ്റെ പേര്. നവസംഖ്യകൾ എന്ന് പറയുന്ന വാക്ക് അധികം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു പ്രത്യേകതരം മാധ്യമപ്രവർത്തകനാണ് ഈ നവസംഖ്യകൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നവസംഖ്യകൾ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതായത് ഈ സംഘപരിവാർ അല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ സംഘപരിവാറായി രൂപാന്തരം പ്രാപിച്ച ആൾക്കാർ, ഇവർക്ക് സംഘപരിവാറിനെ കുറിച്ച് യാതൊന്നും അറിയില്ല, ഇവർക്ക് BJP കുറിച്ച് യാതൊന്നും അറിയില്ല, ഇവർക്ക് ഹിന്ദുക്കളെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ളത്, എനിക്ക് മാത്രമാണ് ഈ സംഘപരിവാറിനെക്കുറിച്ചും BJP എല്ലാ സെറ്റപ്പും അറിയാമെന്നുള്ളത് എന്നുള്ള ഒരാളാണ് സത്യം പറഞ്ഞ ഈ വാക്ക് നവസംഖ്യകൾ എന്ന് പറഞ്ഞാൽ. അയാളുടെ നിലപാടിനോട് നമ്മൾ യോജിച്ചില്ലെങ്കിൽ അയാൾ നമ്മളെ പിടിച്ച് നവസംഖ്യയാക്കി. വേറെ ആരുമല്ല, നമ്മുടെ ഷാജൻ സ്കറിയ അണ്ണനാണ് ഈ നവസംഖ്യ എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഷാജൻ സ്കറിയ ഈ നവസംഖ്യ എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടുവന്നതിൽ ധനുഷിന് ഇത്രയ്ക്ക് ഖേദം എന്ന് ചില ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ല, ഇതൊക്കെ നമുക്ക് തുടക്കത്തിലേ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോയാൽ മതിയാവും. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ നവസംഖ്യ എന്ന് പറഞ്ഞ വാക്ക് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് വലിയൊരു ട്രാപ്പാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നവസംഖ്യ എന്നുള്ള കാര്യം. ഇനി ആരെങ്കിലും ഈ സംഘപരിവാറിനെ വിമർശിക്കുന്നവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ നവസംഖ്യ ആക്കി കളയും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു കാലത്തിലേക്ക് ഈ സംഭവം കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ മുളയിലെ നുള്ളിക്കളയണം എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം TP സെൻകുമാർ സാറ് നമ്മുടെ ഷാജൻ സ്കറിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരു കമൻ്റ് ഇട്ടതും, ആ കമൻറ്റിനെ തുടർന്ന് ഷാജൻ സ്കറിയയെ കുറിച്ച് TP സെൻകുമാർ സാർ ഒരു പോസ്റ്റ് ഇട്ടതും, അതിൻ്റെ താഴെ ഷാജൻ സ്കറിയ വന്ന് കിടന്ന് മെഴുകിയതെല്ലാം ഞാനൊരു വാർത്തയാക്കി എടുത്തിരുന്നു. ഈ വാർത്തയാക്കി എടുത്തു കഴിഞ്ഞ ശേഷം ഷാജൻ സ്കറിയ അതിനെതിരെ ഒരു വാർത്ത ചെയ്തിരുന്നു. എൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ചില യൂട്യൂബർമാർ എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഷാജൻ സ്കറിയ പറഞ്ഞത്. ചില യൂട്യൂബർമാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അമ്പോടോ അയ്യോ, നമ്മൾ കാര്യം പോലെ കൃത്യമായിട്ട് അക്കമിട്ട് എണ്ണിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പുള്ളിക്കാരൻ അവസാനം വികാരാധീനനായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നീയൊക്കെ എത്ര വിചാരിച്ചാലും ഞാൻ മോദിക്കെതിരെ പറയില്ല, നരേന്ദ്രമോദിക്കെതിരെ പറയില്ല, BJPക്കെതിരെ പറയില്ല. അത് പുള്ളിക്കാരൻ മാത്രമല്ല, ഞാൻ പറയില്ല എന്ന് മാത്രമല്ല പറയുന്നത്. പുള്ളി പറയുന്നത്, അതായത് ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ ഇതിനകത്ത് വലിച്ചിട്ടിട്ട് പുള്ളി പറയുന്നത് ക്രിസ്ത്യാനികളും BJPക്ക് എതിരാകണം എന്നാണ് ഇവന്മാരുടെ മൊത്തം ആഗ്രഹം എന്ന് പുള്ളി പറയുന്നുണ്ട്. അത് നല്ലൊരു ടെക്നിക്കാണ്. അത് ഈ CPM കാരന്മാർ, ഷാജൻ സ്കറിയ ഇനി തുടക്കത്തിൽ CPM ആയിരുന്നല്ലോ, അതായത് ഷാജൻ സ്കറിയ എന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാനൊരു CPM കാരനായിരുന്നു, പിന്നെ CPM പിണറായി വിജയൻ്റെ ഭരണം കണ്ടപ്പം എൻ്റെ മനസ്സ് മാറി എന്ന് ഷാജൻ സ്കറിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ CPM പണ്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. അതായത് CPMനുള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ആരോപണമാക്കി മാറ്റിയെടുക്കും. അതായത് ഒരു മനുഷ്യനെതിരെയായിരിക്കും, CPMലെ ഏതെങ്കിലും ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയിൽ പെടുന്ന ഏതെങ്കിലും ഒരുത്തനെതിരെയായിരിക്കും ഒരു പെണ്ണ് കേസ് വരുന്നത്. എന്നാൽ ആ പെണ്ണ് കേസ് വരുമ്പോൾ ഉടനെ ഇത് ഞങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാണെന്ന് പറഞ്ഞ് ഇവൻ CPMനെ കൂടെ വലിച്ച് സൈഡിൽ വയ്ക്കും. അതാകുമ്പോൾ ഒരു കടലിൽ നിന്നൊരു മീനിനെ പിടിക്കാൻ എളുപ്പമാണ്, പക്ഷേ കടൽ മൊത്തം വറ്റിച്ച് മീനിനെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നടക്കാത്ത കേസാണ്. അതുപോലെയാണ് ഷാജൻ സ്കറിയയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഞാൻ മാത്രമല്ല, ക്രിസ്ത്യാനികളും മോദിക്കെതിരെ ആവണമെന്നാണ് ഇവന്മാരുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞ് ഷാജൻ സ്കറിയ നല്ലൊരു മൂവാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു, വളരെ ഗംഭീരമായിട്ടത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ് കേട്ടോ, വെരി മച്ച്. അപ്പോൾ ഈ ഷാജൻ സ്കറിയ ഈ സംഭവം നവസംഖ്യകൾ എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ യുവരാജ് ഗോകുൽ ഒരു പോസ്റ്റ് ഇട്ടു. യുവരാജ് ഗോകുൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്റാണ്. ഞാനത് വായിച്ചു. ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഏതറ്റം വരെയും കൂടെ നിൽക്കും, എന്തെങ്കിലും ലഭിച്ചിട്ടോ നേട്ടമുണ്ടായിട്ടോ അല്ല, ആത്മാർത്ഥതയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ആ സമൂഹം അതുപോലെ അങ്ങ് താഴെയിടുകയും ചെയ്യും. സഭാ നേതൃത്വം മനസ്സിലാക്കേണ്ടതും ഹൈന്ദവ സമൂഹത്തെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന നിലയിൽ എടുക്കാനാകില്ല എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും നെഗോഷിയേറ്റ് ചെയ്യാം. സംഘടനകളിൽ RSS ഉൾപ്പെടെ വരും, രാഷ്ട്രീയ പാർട്ടികളിൽ BJP ഉൾപ്പെടെ വരും. പക്ഷേ കളക്റ്റീവ് ഹിന്ദു കോൺഷ്യസ്നെസ് സംശയത്തോടെ കാണാൻ ആരംഭിച്ചാൽ അത് നല്ലതാകില്ല. അസംഘടിത സമൂഹമായതുകൊണ്ട് അത്ര കുറച്ച് കാണണ്ട എന്നാണ് നമ്മുടെ യുവരാജ് ഗോകുൽ പറയുന്നത്. പ്രമുഖ ഭജൻ ടീമിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. നാഴികയ്ക്ക് 40 വട്ടം ₹1 പ്രതിഫലമില്ലാതെ റീലുകളായി അവരെ പ്രൊമോട്ട് ചെയ്തിരുന്നതാണ് ഈ സമൂഹം. ഇന്നൊരു 30 സെക്കൻഡ് റീല് കണ്ട കാലം മറന്നു. ആരും പറഞ്ഞിട്ടല്ല, നാച്ചുറലായി സംഭവിച്ചതാണ്. വിശ്വാസത ഒരിക്കൽ പോയാൽ തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. മുനമ്പം വിഷയത്തിലെ നിലവിലെ സോഷ്യൽ മീഡിയ റൈറ്റ് വിങ് സമീപനം ഒരു സൂചനയാണ്. BJP എടുത്ത നിലപാടിൽ ഒപ്പമുണ്ടാവും, പക്ഷേ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഒപ്പമുണ്ടാകേണ്ടത് പ്രധാനമാണ്. അതായത് BJP ഒപ്പമുണ്ടായാൽ മാത്രം പോരാ, ഈ ഹിന്ദുക്കളുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ട്. അത് പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് എങ്ങനെയാണ് കയറി വന്നത്? അവരാരും പ്രൊമോട്ട് ചെയ്തില്ല. ഹിന്ദുക്കൾ അവരുടെ പാട്ട് ഇഷ്ടപ്പെട്ട് ഭജനയാണല്ലോ എന്ന് പറഞ്ഞ് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പോലും എന്ത് ചെയ്തു, അവരുടെ പാട്ടുകൾ കണ്ടുപിടിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലടക്കം റീലിട്ട് പ്രചരിപ്പിച്ചു. അതാണ് സംഭവം. പക്ഷേ ഇപ്പോൾ അത് തകർന്നു.
എങ്ങനെയാണ് തകർന്നത്? അവരൊരു ക്രിസ്തീയ ഭക്തിഗാനം പാടി. ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ അതിനവർ ന്യായീകരിച്ച രീതി എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടു കൂടി അവർ രംഗത്തെത്തി. അതിനുശേഷം അവരുടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വൈബ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു ഓളം അങ്ങ് കുറഞ്ഞു എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഷാജൻ സ്കറിയയുടെ കാര്യവും. ഷാജൻ സ്കറിയ സംഘപരിവാറിൻ്റെ വലിയ ഏജൻ്റാണ് എന്നുള്ള രീതിയിൽ സംഘികൾ തന്നെ പലപ്പോഴായി വിചാരിക്കുകയും, അല്ലെങ്കിൽ സംഘപരിവാറിനെ അനുകൂലമായി വാർത്ത ചെയ്യുന്ന ആളാണ് വിചാരിക്കുകയും, അങ്ങനെ ഷാജൻ സ്കറിയെ അതിഭീകരമായി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഷാജൻ സ്കറിയെ പിണറായി വിജയൻ പിടിച്ചുകൊണ്ടുപോയപ്പോൾ, അതായത് പിണറായി വിജയൻ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് അനുകൂലമായിട്ട് വാർത്ത ചെയ്ത വ്യക്തികളിൽ ഞാനും ഉൾപ്പെടും. അല്ലെങ്കിൽ ഇനിയും ഞാൻ ആ വാർത്ത ചെയ്യും, അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അതേ സമയത്ത് യുവരാജ് കോവിലിനെ പോലുള്ള ആൾക്കാർ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളിയിൽ പോയി ഇരുന്ന് വാർത്ത വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ ആയപ്പോഴേക്കും ഷാജൻ സ്കറിയെ തട്ടുമാറ്റിയിട്ടു എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഷാജൻ സ്കറിയ മുനമ്പം വിഷയം ആയതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയയ്ക്ക് അത് കൊണ്ടു. കാരണം BJP ഇനി ഒന്നും ചെയ്യണ്ട, BJPക്ക് ക്രിസ്ത്യാനികൾ ഇവിടെ നിന്നൊന്നും തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് BJPയുടെ അടുത്തവർ വരുമ്പോൾ, അതായത് ഇനി അങ്ങോട്ട് പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേണ്ട, അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് തീർത്തു തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തു കൊടുക്കുക. അതാണ് യുവരാജ് കോവിൽ ഉദ്ദേശിച്ചത്. അതിൻ്റെ താഴെ ഷാജൻ സ്കറിയ വന്ന് കമൻ്റ് അടിച്ചിരിക്കുന്നത്, നവസംഖ്യകളുടെ കെണിയിൽ നിങ്ങളും വീണിരിക്കുന്നു. ആദ്യം അങ്ങ് മോദിയെ സൂക്ഷ്മമായി പഠിക്കുക. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തുടങ്ങിയ സംഘബോധത്തിനപ്പുറമാണ് മോദിയുടെ പ്രായോഗിക രാഷ്ട്രീയം എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അല്ല, എനിക്ക് ഷാജനോട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ നവസംഖ്യ? എന്താണ് ഈ നവസംഖ്യ എന്ന് പറഞ്ഞാൽ ഷാജൻ സ്കറിയയാണ്. കാരണം നിങ്ങൾ സംഘപരിവാറിൽപ്പെടുന്ന ആളല്ല, നിങ്ങളൊരു CPM കാരനായിരുന്നു. ഈ CPM കാരനാണെന്ന് തുറന്നു പറഞ്ഞ നിങ്ങൾ പിൽക്കാലത്ത് വ്യൂസിന് വേണ്ടി ഒരു സംഘപരിവാർ പട്ടം എടുത്തിട്ടതാണ്. ഇപ്പം പറയുന്നു മോദിയെ ഞാൻ വെറുക്കില്ല, ആര് പറഞ്ഞാലും വെറുത്താൽ നിങ്ങൾക്കുള്ള വ്യൂസ് പോകും, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ വ്യൂസ് കിട്ടില്ല. ഞാൻ പച്ചക്കങ്ങ് പറയാം, നിങ്ങൾക്ക് പിന്നെ ഒരു വ്യൂസും കിട്ടില്ല. നിങ്ങളുടെ ചാനൽ തവിട് പൊടിയായിട്ട് താഴെ പോകും. നിങ്ങൾ CPM നിലപാടെടുത്ത് നോക്ക്, നിങ്ങൾ കോൺഗ്രസ് നിലപാടെടുത്ത് നോക്ക്, വ്യൂസ് തവിട് പൊടിയായി താഴെ പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ നവസംഖ്യകൾ എന്ന് പറയുന്നത് ആരാണ്? അത് ഷാജൻ സ്കറിയാണ്. ഇവിടെ ഒരാൾ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു നവസംഖ്യ ആയിക്കളയുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിലോട്ടോ യൂട്യൂബിലോട്ടോ അല്ലെങ്കിൽ ഒരു സംഘപരിവാറിൻ്റെ വക്താവായിട്ട് ഞാൻ ഇങ്ങനെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഇവിടെയുള്ള ഏതൊരാളും 100 വട്ടം ചിന്തിക്കും നവസംഖ്യ ആവുന്നതിന് മുമ്പ്. കാരണം ഇവിടെ ഏറ്റവും അധികം അധിക്ഷേപവും സൈബർ ബുള്ളിയിങ്ങും തെറിവിളിയും അമ്മയ്ക്കും അച്ഛനും തള്ളയ്ക്കും മുത്തിക്കും തെറിവിളിയേക്കുന്നത് ഒരു സംഘപരിവാറുകാരനാണ്, അല്ലെങ്കിൽ ഒരു BJP കാരനാണ്, ഒരു പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ടാണ്. പെട്ടെന്ന് ആരും സംഖ്യയാവില്ല. അവരൊന്ന് ചിന്തിക്കുക. അതിലും ഭേദം CPM ആവുന്നതാണ്. കാരണം പുരോഗമനം പറഞ്ഞാൽ നല്ല കയ്യടി കിട്ടും. CPM ആവുന്നതാണ്. മറിച്ച് ഒരു സംഖ്യയാവുക അല്ലെങ്കിൽ നവസംഖ്യയാവാനായിട്ട് ആരുമില്ല, അങ്ങനെ ഒരു സാധനമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പരമ്പരാഗതമായിട്ടുള്ള സംഖ്യകൾ മാത്രമേ ഉള്ളൂ, പരമ്പരാഗതമായിട്ടുള്ള സംഘപരിവാർ അനുഭാവികൾ മാത്രമേ ഉള്ളൂ എന്ന് ഷാജൻ സ്കറിയ ആദ്യം മനസ്സിലാക്കുക. ഇനി ഷാജൻ സ്കറിയയുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ഷാജൻ സ്കറിയയുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷാജൻ സ്കറിയ ചെയ്ത ആ വാർത്ത മറുനാടനും ക്രിസ്ത്യാനികളും മോദിയെ വെറുക്കണം സെൻകുമാർ പറയുന്നതെന്ന് പറഞ്ഞ് സെൻകുമാറിനെതിരെ ഒരു വാർത്ത പടച്ചുവിട്ടു. അതിൻ്റെ താഴെ ഷാജൻ സ്കറിയയ്ക്ക് വന്ന കമൻറ്റ് നോക്കണം. മോദി 10 വർഷം മുമ്പ് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് കടപ്പുറത്ത് പ്ലാസ്റ്റിക്കുകൾ പറക്കിയപ്പോൾ അത് തറ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് കളിയാക്കിയത് ഷാജൻ മറന്നുപോയി. അടുത്തത്, ഷാജന് കിട്ടേണ്ടത് കിട്ടി ബോധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇനി അടുത്തത്, ഷാജൻ പാസ്റ്റർ പപ്പുവിൻ്റെ അടുത്ത അനുയായിയാണ്, അവസരവാദിയാണ്. നിലപാടില്ലാത്തൊരു മാധ്യമ പ്രവർത്തകനാണ് ഷാജൻ സ്കറിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെവിടെയും തുറന്നു പറയാം. മുനമ്പം വിഷയത്തിൽ BJP തല വയ്ക്കരുത്, പുരോഹിതർ ഇറങ്ങട്ടെ, ജയ് ഭാരത് മാതാ. അതൊരു ക്രിസ്ത്യാനിയാണ് ഇട്ടിരിക്കുന്നത് കമൻറ്റ്. തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതൊന്നും അല്ലടാ താൻ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാനാ പറഞ്ഞത്. അത്ര മാത്രമേ ഞങ്ങളും പറയുന്നുള്ളൂ, ഞാനും പറയുന്നുള്ളൂ. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കരഞ്ഞു മെഴുകുന്നുണ്ട് ഷാജൻ സ്കറിയ. എന്തായാലും സെൻകുമാർ പറഞ്ഞത് 100% കറക്റ്റാണ്. തിരഞ്ഞെടുപ്പ് സമയം ഷാജൻ കോൺഗ്രസ് കഴിയുമ്പോൾ BJP എന്ന് വേറൊരു കമൻറ്റ്. ഷാജൻ ഉരുണ്ട് കളിക്കുന്നു, മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നാണ് പുള്ളി ധരിക്കുന്നത്. അടുത്ത കമൻറ്റ്, ബിഗ് സല്യൂട്ട് സെൻകുമാർ സാർ എന്ന് പറഞ്ഞ അടുത്ത കമൻറ്റ്. സെൻകുമാർ സാർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നൊരു പ്രേംരാജ് നായർ കമൻറ്റ് ഇട്ടിരിക്കുന്നു. ഇനി ഈ മെത്രാന്മാരുടെ തിണ്ണ നിരങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ അടിവേരർക്കും ഉറപ്പാണെന്ന് BJPക്ക് ഒരു താക്കീത് അതിനടുത്ത് കൊടുത്തിരിക്കുന്നു. സെൻകുമാർ സാറിനെ വളരെ ആദരവോടെ കാണുന്നു എന്ന് വേറൊരു കമൻറ്റ്. സത്യം, ഷാജൻ സ്കറിയ സഭയെ കുത്തിയിളക്കി BJPയുടെ കാലുവാരി. സെൻകുമാർ സാർ ഫുൾ സപ്പോർട്ട്. ഷാജൻ സ്കറിയ ഉടായിപ്പ് ഇനി നടക്കില്ല. ഷാജൻ നിങ്ങളുടെ FB പോസ്റ്റും TP സെൻകുമാറിന്റെ മറുപടിയും വായിച്ചു. നിങ്ങളുടെ FB പോസ്റ്റ് ക്രിസ്ത്യൻ മന്ത്രിമാർക്ക് വേണ്ടിയായിരുന്നു. നിങ്ങൾ മതേതരനല്ല, നിങ്ങളുടെ കാപട്യം മുസ്ലിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ സംഘികൾക്കും മനസ്സിലായിട്ടുണ്ട്, CPIM-കാർക്ക് വളരെ മുൻപേ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഉപകാരം ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞ് അവർക്ക് ദോഷം വരുന്ന രീതിയിൽ വാർത്തകളെ വളച്ചൊടിച്ചു എന്ന് ഷാജൻ സ്കറിയയോട് വേറൊരാൾ പറയുന്നു. ഈഴവർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഷാജൻ
പറഞ്ഞു പരത്തുന്നത് തെറ്റാണ്. ഈഴവർക്ക് അങ്ങനെ ഒരു ആചാര്യനുമില്ല. വെള്ളാപ്പള്ളിയെ ആചാര്യനായും കാണുന്നില്ല. മറ്റുള്ളവരെ പോലെ മതജാതി നോക്കി വോട്ട് ചെയ്യുന്നവരല്ല ഈഴവർ. അങ്ങനെ ചെയ്തിരുന്നതിൽ ഇന്ന് കേരളം പിണറായി ഭരിച്ചേനെ എന്ന് വേറൊരു കമൻറ്റ്. വെരി ട്രൂ, യു സപ്പോർട്ടഡ് കോൺഗ്രസ് ഇൻ സോറോസ് എന്ന് വേറൊരു കമൻറ്റ്. സല്യൂട്ട് സെൻകുമാർ സാർ എന്ന് പറഞ്ഞ് വേറൊരു കമൻറ്റ്. ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് BJP തൃശ്ശൂരിൽ ജയിച്ചത്. എന്തൊരു കണ്ടുപിടുത്തം ഷാജൻ. കിടന്ന് മെഴുകാതെ ഷാജ, തൻ്റെ തനി നിറൻ ഇലക്ഷന് തൊട്ട് മുമ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് 1000 കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 1000 ഷാജൻസ് കറിക്ക് എതിരാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് നവസംഖ്യ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇനി മേലല്ല വാക്ക് ഉപയോഗിക്കരുത്. നവസംഖ്യ എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു സാധനമില്ല. ഒരാൾ നവസംഖ്യ ആവുന്നെങ്കിൽ 100 വട്ടം ആലോചിക്കുക. അതിനെക്കാട്ടിലും നവ CPM ആവുന്നതാണ് നല്ലത്. കയ്യടി കിട്ടും. അപ്പോൾ ശരി.